Hi, welcome to EduBits Learning. നമ്മൾ കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് സൈക്കോളജിയുടെ സീരീസ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് റീസെൻ്റായി എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ റിലേറ്റഡ് ആയ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഇവയെല്ലാം ഒരുമിച്ച് പഠിക്കാനും ഇത് നമ്മൾ നിരന്തരമായിട്ട് ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എക്സാമിന് വളരെ സിമ്പിളായിട്ട് ഈ ഭാഗം ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള തൊട്ട് മുമ്പിൽ നടന്ന ഫെബ്രുവരി അതായത് കഴിഞ്ഞ 2025 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വിളിച്ചു. 2026 ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള എക്സാമിന് ചോദിച്ച സൈക്കോളജി ചോദ്യങ്ങളാണ്. കാറ്റഗറി 1, 2 അതുപോലെ 4 ഈ 3 കാറ്റഗറിയിലുള്ള ആളുകളും വളരെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. 3കാർക്ക് നോക്കാം, കാരണം അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൂടി ഇതിലുള്ളത് കൊണ്ട് ആ ക്വസ്റ്റ്യൻസും ആ ഏരിയകളും നമ്മുടെ എക്സാമിന് വരുന്നതാണ്. സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. കാരണം എക്സാം അടുത്ത് വരികയാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കേണ്ട, നമ്മൾ എല്ലാ എക്സാമിനും വരുന്ന നമ്മൾ ഇതിൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എക്സാമിന് നിരന്തരമായി ആവർത്തിച്ച് ചോദിക്കുന്ന ടോപ്പിക്കുകളിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സോ ആദ്യത്തെ ചോദ്യം നോക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം? ചിന്തയ്ക്ക് മേലുള്ള ചിന്തയാണ്. ദ എബിലിറ്റി ടു തിങ്ക് അബൌട്ട് തിങ്കിങ്. നമ്മൾ ചിന്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, അതിനെ പറയുന്ന പേരെന്താണ്? സിസ്റ്റമാറ്റിക് തിങ്കിങ്, അബ്സ്ട്രാക്റ്റ് തിങ്കിങ്, മെറ്റാകോഗ്നിറ്റീവ് തിങ്കിങ്, ഇൻട്രോസ്പെക്ഷൻ. എന്താണ് ഏതാ കറക്റ്റ് വരുന്നത്? അത് മെറ്റാകോഗ്നിറ്റീവ് തിങ്കിങ് ആണ്. ഓക്കെ, മെറ്റാകോഗ്നിറ്റീവ് തിങ്കിങ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുക അബ്സ്ട്രാക്റ്റ് തിങ്കിങ്. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അമൂർത്തമായത് അല്ലേ, അമൂർത്തമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇൻട്രോസ്പെക്ഷൻ ആത്മപരിശോധനയാണ്. ഇതൊരു സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ് അല്ലേ. ആത്മപരിശോധന എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ടെസ്റ്റിംഗ് ഉണ്ട്. സോ ആത്മപരിശോധന എന്നുള്ളത് മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഏതായാലും ഇത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൺസെപ്റ്റ് അറിയാത്തവർ ഓർത്തിരിക്കുക. അടുത്തത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ ശോധകമല്ലാത്തത്. ഇംഗ്ലീഷ് നോക്കുന്നവർ നോക്കിയാൽ മതി. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെസ്റ്റ്. അപ്പോൾ വളരെ നിർബന്ധമായിട്ടും വരുന്ന ഏത് എക്സാമിനും ചോദിക്കുന്ന ഒരു ഏരിയയാണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ലെ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. സോ ഇതിൽ 4 ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഏതാണ് ഇതിൽ വരുന്നത്? ഒന്ന് സോഷ്യോമെട്രി, രണ്ടാമത്തത് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, മൂന്നാമത്തത് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, നാലാമത്തത് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഓക്കെ, സോ ഇവിടെ ഏതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ലെങ്കിൽ ടെസ്റ്റ് അല്ലാത്തത്? അത് ഓപ്ഷൻ എ ആണ്, സാമൂഹിക മിതി അല്ലേ. ഇതാണ് ഇത് സോഷ്യോമെട്രി എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ് അല്ലേ, നമ്മുടെ കുട്ടികളുടെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. അതേ സമയത്ത് പ്രൊജക്റ്റീവ് ടെക്നിക്ക് അത് നമുക്ക് നമ്മളിപ്പോൾ എന്താ പറയുക, ഓരോരുത്തരുടെ വ്യക്തിത്വം മനസ്സിലാക്കാനും അതല്ലെങ്കിൽ നേരിട്ട് ചോദിച്ച് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ നടത്തും അല്ലേ, ഡിസ്കഷൻ നടത്തും. എന്നാൽ അതിലൂടെ മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ ഒരുപാടുണ്ട്. സോ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനുമാണ് പ്രക്ഷേപണ രീതികൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അബോധ മനസ്സിലുള്ളതാണ് അല്ലേ, അതായത് ബോധ മനസ്സല്ല, അബോധ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ അതിൽ പ്രധാനപ്പെട്ടത് ഇതൊക്കെ പഠിച്ചിരിക്കണേ. റോഷ അല്ലെ, മഷിയൊപ്പ് പരീക്ഷ, ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് നമ്മൾ ഇതിൽ പറഞ്ഞല്ലോ, ഇങ്ക് ബ്ലോട്ട്. അതുപോലെ തീമാറ്റിക് അല്ലെ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് മറ്റൊന്നാണ്. അതിന് നമുക്ക് എന്താ പറയുക, ടാറ്റ് എന്ന് പറയാം. മറ്റൊന്നാണ് എന്ത്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, അതിന് നമുക്ക് കാറ്റ് എന്ന് പറയാം, കാറ്റ്. അത് മറ്റൊന്നാണ് എന്ത്, പദസഹചരത്വം, അതായത് വേർഡ് അസോസിയേഷൻ അല്ലേ, വാച്ച് എന്നും പറയാം. മറ്റൊന്നാണ് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. സോ ഇതെല്ലാം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം പ്രൊജക്റ്റീവ് മെത്തേഡുകളാണ്, അല്ലെങ്കിൽ ടെസ്റ്റുകൾക്ക് ഉദാഹരണമാണ്. ക്ലിയർ അല്ലേ? ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പം ചോദിക്കും, അങ്ങനെയുണ്ടാവും. ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്കറിയാം ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, അതല്ലെങ്കിൽ ഇതിൽ എന്താണ് നമുക്ക് തരുന്നതെന്നൊക്കെ ചോദിക്കും. എത്ര ചിത്രങ്ങളാണ്, അത് എനിമൽസ് ആണോ അതല്ലെങ്കിൽ റിയൽ നമ്മളെ മനുഷ്യരാണോ, അങ്ങനെയൊക്കെയുള്ള
നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ആ കാര്യങ്ങൾ ജസ്റ്റ് ഈ ഒരു പരീക്ഷയെക്കുറിച്ച് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സോ നമുക്ക് എന്താണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്? ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തിയുടെ സാമൂഹ്യ ബന്ധത്തിൻ്റെ അളവ് നിശ്ചയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖത, അയാളെ ആക്സെപ്റ്റൻസ് ഉണ്ടാവും, അതുപോലെ റിജക്ഷൻ ഉണ്ടാവും. ഇത് എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് കൊടുത്തിട്ടുള്ളത് അതാരാണ് വികസിപ്പിച്ചത്? ജെൽ മൊറീനോ. കണ്ടോ, ജെൽ മൊറീനോ. ഈ പേര് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം, ജെൽ മൊറീനോ. ഓക്കെ, സോഷ്യോമെട്രി. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്ലിക്കുകൾ, അല്ലേ, സ്റ്റാറുകൾ, ഇങ്ങനെയുള്ള ഈ വേർഡുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ആരാണ് ക്ലിക്ക്, ആരാണ് സ്റ്റാർ എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നും വരാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജെൽ മൊറീനോയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സർഗാത്മക ചിന്തയുടെ ആദ്യഘട്ടമാണ്. എന്താണ് സർഗാത്മക ചിന്തയുടെ ആദ്യഘട്ടം? ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി എന്നുള്ള ഒരു ഭാഗത്തുനിന്ന് ക്രിയേറ്റീവ്, അവിടെ ഏതാ വരുന്നത്? ഒന്ന് ഇൻക്യുബേഷൻ, പ്രശ്നങ്ങളിൽ അടയിരിക്കൽ. രണ്ടാമത്തത് പ്രിപ്പറേഷൻ, പിന്നെ വെരിഫിക്കേഷൻ, ഇവാലുവേഷൻ. അപ്പോൾ ഈ 4 ഘട്ടങ്ങളും ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കുക. സോ ഇവിടെ ആൻസർ ഏതാ വരുന്നത്? അത് പ്രിപ്പറേഷൻ ആണ്, അതായത് സജ്ജീകരണമാണ്. ക്ലിയർ അല്ലേ? ഇതാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയാൻ പറ്റുന്നത്. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എബ്രഹാം മാസ്ലോവിൻ്റെ ആവശ്യകതാ ശ്രേണിയിൽ വ്യക്തി വളർച്ചയുടെ ആവശ്യകതയായി പറയുന്നത്. അപ്പോൾ മാസ്ലോയുടെ ഈ ശ്രേണികളെ കുറിച്ച് ചോദിക്കും. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് അതിൽ വ്യക്തി വളർച്ച എന്താണ്, ഗ്രോയിങ് നീഡ് എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ നമ്മുടെ ശ്രേണികളിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ ഘട്ടങ്ങൾ, ഓരോ ആവശ്യകതയുണ്ട്. സോ നമുക്കറിയാം, എസ്റ്റീം നീഡാണോ, ഫിസിയോളജിക്കൽ നീഡ്സ് ആണോ, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് ആണോ, സെൽഫ് ആക്ച്വലൈസേഷൻ ആണോ? ഏതാണ് വരുന്നത്? നമുക്കറിയാം അത് വ്യക്തി വളർച്ചയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഫിസിയോളജിക്കൽ, ശാരീരികമായ ആവശ്യം. പലപ്പോഴും ചിലപ്പോൾ ആദ്യത്തെ ഏതാണ്, അവസാനത്തേതാണ്, അല്ലെങ്കിൽ ഈ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കണം. ഇത് മറിച്ചും തിരിച്ചൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ആദ്യത്തെ ഘട്ടം ഏതാ? ഫിസിയോളജിക്കൽ നീഡ്സ്, അല്ലേ? ഫിസിയോളജി എന്നാൽ നമ്മളെ എന്താ പറയുക, നമ്മുടെ ഉറക്കം, ഭക്ഷണം, നമ്മുടെ താമസം, ഇങ്ങനെയുള്ള വ്യക്തിപരമായ അല്ലെങ്കിൽ ശാരീരികമായ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നീഡ്സിനാണ് നമ്മൾ എന്ത് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയാം. എന്നാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണം? സേഫ്റ്റി നീഡ്സ്, സുരക്ഷിതത്വം വേണ്ടേ? നമ്മുടെ എല്ലാ തരത്തിലും നമുക്ക് സുരക്ഷിതത്വം വേണം. ഈ സുരക്ഷിതത്വമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട നീഡ്സ് എന്താ? സ്നേഹിക്കപ്പെടുക എന്നുള്ള, അല്ലേ, ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, അല്ലേ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വരുന്നത് ആദരിക്കപ്പെടുക, സെൽഫ് എസ്റ്റീം, അല്ലേ, എസ്റ്റീം നീഡ്, ആദരിക്കപ്പെടുക. പിന്നെയാണ് നമുക്ക് ഇൻ്റലക്ച്വൽ വരുന്നത്, അല്ലേ, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ. അത് കഴിഞ്ഞാൽ ഐസ്തെറ്റിക്, കലാപരമായ ആസ്വാദനത്തിനൊക്കെ ഐസ്തെറ്റിക്, എന്താ പറയുക, സൗന്ദര്യാത്മകം. അതിൽ ഏറ്റവും ടോപ്പിലാണെന്ന് വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരം. അപ്പോൾ ഈ നീഡ്സ് ഏറ്റവും ടോപ്പിൽ വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. എന്നാൽ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത് എന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സുകളാണ്. അപ്പോൾ ഈ ഓർഡറും കറക്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ ഫിസിയോളജിക്കൽ നീഡ്സ് കഴിഞ്ഞാൽ അടുത്തത് ഏതാണെന്ന് ചോദിക്കും ചിലപ്പോൾ, അല്ലേ. സേഫ്റ്റി നീഡ്സിന് ശേഷം ചിലപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്, 3ാമത്തേത് ഏതാണ്? സോ നമ്മൾ ഈ ഓർഡർ കറക്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സൈനറ്റിക്സ് ഏതു തരക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയതാണ്? അതായത് സിനറ്റിക്സ് ഈസ് എ ടെക്നിക് ഡിസൈൻ ഫോർ പ്രൊമോട്ടിങ് പല ടൈപ്പ്, അല്ലേ, ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികളാണോ, അല്ലെ കുട്ടികളുടെ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ മോട്ടിവേഷൻ, അഭിപ്രേരണ, അപ്പോൾ അല്ലെങ്കിൽ സ്കില്ല്. അപ്പോൾ ഇതിൽ ഏത് പ്രൊമോട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്? ഏതാണത്? അത് ക്രിയേറ്റിവിറ്റിയാണ്, സർഗപരതയാണ്. എന്താണ്? ക്രിയേറ്റിവിറ്റിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. തോണ്ടൈക്കിൻ്റെ പഠന സിദ്ധാന്തങ്ങളിൽ പെടാത്തത്, അല്ലേ? നമ്മൾ തോണ്ടൈക്കിൻ്റെ ഒരുപാട് സിദ്ധാന്തങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് പ്ലഷർ, ലോ ഓഫ് റെഡിനെസ് ആൻഡ് ലോ ഓഫ്
എക്സസൈസ്, 3 ലോസ്. അതിലേതാണ് പെടാത്തത്? നമുക്കത് അറിയാം, അത് ലോ ഓഫ് പ്ലഷർ ആണ്. എന്താണ്? സന്തോഷ നിയമം. അപ്പോൾ നിങ്ങൾ ഈ ലോ ഓഫ് എഫക്റ്റ് എന്താണ്, ലോ ഓഫ് റെഡിനെസ് എന്താണ്, ലോ ഓഫ് എക്സസൈസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നുകൂടി നോക്കുക. ഇനി ഇതിൽ നിന്ന് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദ്യങ്ങൾ വരും. ലോ ഓഫ് എഫക്റ്റിനെ കുറിച്ച് അല്ലെ, അല്ലെങ്കിൽ ലോ ഓഫ് റെഡിനെസ് അല്ലെ, ഒരു ഉദാഹരണം തരും. അപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യം ചോദിക്കും. ഇത് തോണ്ടേക്കിൻ്റെ ഏത് നിയമപ്രകാരമാണ്? ലോ ഓഫ് റെഡിനെസ് ആണോ, ലോ ഓഫ് എക്സസൈസ് ആണോ, അല്ലെങ്കിൽ ലോ ഓഫ് എഫക്റ്റ് ആണോ? ഓക്കെ. ഈ ലോ ഓഫ് പ്ലഷർ ഇല്ല, പക്ഷെ നമുക്ക് പഠിക്കാനൊരു സാധനമുണ്ട്, പ്ലഷർ പ്രിൻസിപ്പിൾ. അത് നമുക്ക് പറയാം. ഓക്കെ. നെക്സ്റ്റ്, സ്പോർട്സിൽ വേണ്ടത്ര നിപുണതയില്ലാത്ത കുട്ടികൾ സ്കൂളിലെ സ്പോർട്സ് താരങ്ങളുമായി സൗഹൃദം പങ്കിടുന്നു. ഇത് ഏതു തരം സമായോജന തന്ത്രമാണ്? അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നമ്മൾ ഇവിടെ ഡിഫൻസ് മെക്കാനിസം പഠിക്കേണ്ടതുണ്ട് അല്ലേ. അത് ചോദ്യം വരാറുണ്ട്. ഒരു ചോദ്യം 1-2 ചോദ്യം അതുമായി വരും. സോ അതിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ്, സ്പോർട്സിൽ വേണ്ടത്ര സ്കില്ലില്ലാത്തൊരു കുട്ടി എന്തെന്നു നമ്മളെ സ്പോർട്സ് താരങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയാണ് അല്ലേ. സോ അത് ഏത് തരം ഡിഫൻസ് മെക്കാനിസം ആണ്? ഐഡന്റിഫിക്കേഷൻ, പ്രൊജക്ഷൻ, റിപ്രഷൻ, നെഗറ്റിവിസം. ഇവിടെ നോക്കൂ, താതാത്മീകരണം, പ്രക്ഷേപണം, ദമനം. ഏതാ വരുന്നത്? അത് വരുന്നത് നമുക്കറിയാം, അത് ഐഡന്റിഫിക്കേഷൻ. അതാണ് താതാത്മീകരണം എന്ന് പറയാം. എന്നാൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊജക്റ്റ് ചെയ്യുക എന്തെങ്കിലും അല്ലേ, മറ്റൊരാളിലേക്ക് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും പ്രൊജക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയാം. റിപ്രഷൻ, ദമനം അല്ലേ. ദമനം എന്നുള്ളത് മറ്റൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഐഡന്റിഫിക്കേഷൻ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കണം. എല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. നമ്മൾ ഡിഫൻസ് മെക്കാനിസം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിൽ ഓരോ മെക്കാനിസവും നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, കാരണം എല്ലാം ചോദിക്കാറുണ്ട്. ഇതിലില്ലാത്ത പലതും ഉണ്ടല്ലോ. ഇപ്പോൾ അല്ലേ, പ്രൊജക്ഷൻ, റിപ്രഷന് പുറമെ നമുക്ക് അറിയുന്ന കുറേ ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ നെക്സ്റ്റ്, പഠിതാവിനെ സമ്മാനിതനാക്കുന്നതിലൂടെ പ്രബലനം നടത്തി പഠനം കാര്യക്ഷമമാക്കുന്ന പഠനരീതി. The basic form of learning in which the learner is rewarded with incentives as reinforcement. അതായത് ഒരു ലേണിംഗ് അല്ലേ, പഠിതാവിന് എന്ത് ചെയ്യുന്നു? റീഇൻഫോഴ്സ്മെന്റ് നൽകുന്നതിലൂടെ അല്ലേ, എന്താണ്? റിവാർഡ് കൊടുക്കുക വിത്ത് ഇൻസെൻറ്റീവ്സ് ആസ് റീഇൻഫോഴ്സ്മെന്റ്. അവിടെ നമ്മൾ കുട്ടിക്ക് ഒരു പ്രബലനം നടത്തുന്നത് എങ്ങനെയാണ്? റിവാർഡ് കൊടുത്തിട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് ഏത് മെത്തേഡ് പ്രകാരമാണ്? ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഇൻസൈറ്റ് ലേണിംഗ്. ഏതാണ് ഇത്? ഈ 4 തിയറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇവിടെ ട്രയൽ ആൻഡ് എറർ തിയറി, അതുപോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഇൻസൈറ്റ് ലേണിംഗ്. ഏതാ വരുന്നത്? അത് ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. അതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്. നമുക്കറിയാം ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോന്റെ, അതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചു വരിക അല്ലെ. നമ്മൾ പെരുമാറ്റത്തെ, ബിഹേവിയറിനെ മനസ്സിലാക്കി ആ ഒരു ബിഹേവിയറിസം അല്ലെ, സ്റ്റിമുലസ് റെസ്പോൺസ് അതിൽ വരുന്നതാണ്. എന്നാൽ രണ്ടാമത് ഓപ്പറന്റ് കണ്ടീഷൻ, അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? റീഇൻഫോഴ്സ്മെന്റിന്റെ പ്രാധാന്യം നമ്മൾ സ്കിന്നർ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ട്രയൽ ആൻഡ് തോണ്ടൈക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറി, അതിൽ നമ്മൾ കുറേ ലോസുകളൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ ഇൻസൈറ്റ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഉൾക്കാഴ്ച സിദ്ധാന്തം, അവിടെ അന്തർദൃഷ്ടി എന്നും പറയും. അതിൽ നമ്മൾ ജസ്റ്റാൾട്ട് തിയറിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈകാരിക ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവ്. ഇമോഷണൽ ഇൻ്റലിജൻസ് തിയറി വാസ് എക്സ്പ്ലെയിൻഡ് ആൻഡ് പോപ്പുലറൈസ്ഡ്. ആരാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്? അവിടെ ആൽഫ്രഡ് ബിനെ, ഡാനിയൽ ഗോൾമാൻ, ഹവാർഡ് ഗാർണർ, ഡേവിഡ് ഒസബെൽ. ആരാണ് അവിടെ? നമുക്കറിയാം അത് ഡാനിയൽ ഗോൾമാൻ ആണ്. നമുക്കറിയാം ഡാനിയൽ ഗോൾമാൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമുക്ക് അതിന് ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ബുദ്ധിയെ പല ഘടകങ്ങളാക്കി തിരിച്ചു. അതിൽ ഹവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ അല്ലേ ഇൻ്റലിജൻസ് തിയറി വളരെ ഫേമസ് ആയിരുന്നു. എന്നാൽ ആ ഒരു കണ്ടെത്തലിനെ അടിസ്ഥാനമാക്കി പീറ്റർ സലോവ, അതുപോലെ ജോൺ മേയർ, ഇവരാണ് എന്ത് ചെയ്തത്? 1990s ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നത്. പക്ഷേ ഇതിനെ പോപ്പുലറൈസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? അത് നിങ്ങൾ മറന്നു പോയത്, അത് ഡാനിയൽ ഗോൾമാൻ ആണ്. ക്ലിയർ അല്ലേ? അദ്ദേഹത്തിൻ്റെ 1995 ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു പുസ്തകമുണ്ട്. ചിലപ്പോൾ പുസ്തകത്തിൻ്റെ പേര് ചോദിച്ചു. ഇപ്പോൾ ഹവാർഡ് ഗാർണറുടെ പുസ്തകങ്ങൾ ചോദിക്കാറുണ്ട്, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. സോ അതുപോലെ ഗോൾമാൻ്റെ പുസ്തകമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. നമുക്ക് ഇതിലെ ലാസ്റ്റ് ചോദ്യം നോക്കാം. അവസാനത്തെ ചോദ്യം, ആദ്യ ബാല്യകാലഘട്ടത്തിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഈഡിപ്പസ് കോംപ്ലക്സ്
ഇലക്ട്ര കോംപ്ലക്സ് എന്നിവയെ പറ്റി വിശദീകരിച്ചത് ആരാണ്? ഡേവിഡ് ഓസോബൽ, ഗോർഡൻ ആൾപോർട്ട്, അതുപോലെ സിഗ്മണ്ട് ഫ്രോയിഡ്, എബ്രഹാം മാസ്ലോ. ആരാ? നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യും. ലാസ്റ്റ് ചോദ്യം, ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഒരു ചോദ്യമായിട്ട് ഞാൻ തരുന്നു. സോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യുക ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ ബാച്ചിൽ നമ്മുടെ ഒരുപാട് കുട്ടികൾ നമ്മുടെ കേഡറ്റ് എക്സാമിൻ്റെ കോച്ചിങ് ജോയിൻ ചെയ്യുകയും നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. സോ നമ്മുടെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കൃത്യമായ മെൻറ്റർഷിപ്പിലൂടെ നമ്മുടെ ഫുള്ളി സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്റ്റഡി നോട്ട്സുകൾ, ഓരോ ടോപ്പിക് വൈസ് എക്സാമുകൾ, മെഗാ ടെസ്റ്റുകൾ, ഇതെല്ലാം ചെയ്ത് ഒരു കൃത്യമായ പരിശീലനത്തോടെ നിങ്ങളെ കേഡറ്റ് എക്സാമിൻ്റെ വിജയിപ്പിക്കാൻ ഉറപ്പായിട്ട് എജ്യൂബിൾസ് ലേണിംഗ് തയ്യാറാണ്. അതിൻ്റെ തെളിവാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. സോ ഇവരൊക്കെ സർവീസിലുള്ളവരും അല്ലാത്തവരൊക്കെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കേഡറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഈ വിജയം നിങ്ങളും ഈ വിജയിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എജ്യൂബിൾസ് ലേണിങ്ങിൻ്റെ ലോങ് ടൈം ബാച്ചിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നമ്മൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം വരെ കൃത്യമായ പ്ലാനിങ്ങോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോച്ചിങ്ങിലൂടെ റിവിഷനിലൂടെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനും അത് കഴിഞ്ഞ് നമ്മുടെ LP UP എക്സാമിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ തയ്യാറെടുപ്പ് നടത്താനും നമുക്ക് സാധിക്കും. സോ ആ കോൺഫിഡൻസോട് കൂടി എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.